മരുമകളുടെ മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ച വൃദ്ധയ്ക്ക് സഹായഹസ്തവുമായി ജനമൈത്രി പോലീസ്. പത്തനാപുരം കാര്യറ വേങ്ങവിള വീട്ടിൽ ഷഹർബാന ബീവിയാണ് മരുമകളുടെ മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ചത്. മകൻ ബഷീർ റാവുത്തർക്കൊപ്പം കാര്യറയിലെ വീട്ടിലായിരുന്നു ഷഹർബാന ബീവി താമസിച്ചിരുന്നത്. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് മരുമകൾ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടെന്ന് ഇവർ പറഞ്ഞു. രാവിലെ എന്റെ പിറമെല്ലാം അഴിക്കാം അഴിക്കെല്ലാം തേച്ച് കഴിച്ച് കുളിച്ച് അതാണ് കുളിച്ചത്. അതാണ് എഴുന്നേറ്റ് ഞാൻ വരും നിങ്ങളെല്ലാവരും നാളെ പോകുന്ന എല്ലാവരും പറഞ്ഞു ഞാൻ അടുത്തേക്ക് പോകണം. നിരന്തരമുള്ള മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങി വന്നതാണെന്നും ഇനി തിരിച്ചു പോകുന്നില്ലെന്നും ഷഹർബാന ബീവി പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപും മരുമകളുടെ മർദ്ദനത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ ഈ വൃദ്ധമാതാവിനെ തെരുവോരങ്ങളിൽ കണ്ടിരുന്നു. അന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തിരികെ വീട്ടിലെത്തിക്കുകയും തുടർന്ന് നടന്ന ചർച്ചയിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മയെ നോക്കിക്കൊള്ളാമെന്ന് മകനും മരുമകളും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മർദ്ദിച്ച വിവരം പുറംലോകത്തെ അറിയിച്ചതിന് ഷഹർബാന ബീവിക്ക് വീണ്ടും മർദ്ദനമേൽക്കേണ്ടി വന്നു. പുനലൂർ ജനമൈത്രി പോലീസ് വൃദ്ധയെ സംരക്ഷിക്കണമെന്ന് മകനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം വൃദ്ധപരിപാലന കേന്ദ്രത്തെ ഏൽപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയതാ. പോയതിന്റെ പിറ്റേന്ന് സത്യത്തിന് പുള്ളിയുടെ വൈഫ് ഇവർക്ക് വെള്ളം പോലും കൊടുക്കത്തില്ല. വെള്ളം പോലും കൊടുക്കില്ല. ഇന്നലെ ഞാന് കക്ഷി ഞങ്ങളെല്ലാവരും ഇതിനകത്ത് ബന്ധപ്പെട്ട് അവിടെ കൊണ്ടാക്കി പുള്ളിയും കൂടെ പറഞ്ഞ് സമ്മതിച്ച് അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ കൊച്ചു കുട്ടികൾ അവർ വന്ന് നോക്കിക്കോളാം, വെള്ളം കൊടുക്കാം, കുളിപ്പിക്കാം, എല്ലാം ഞങ്ങൾ ചെയ്തോളാം, ആഹാരം വേണം ഞങ്ങൾ കൊണ്ടുകൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സമ്മതിച്ച് അവർ ഞാൻ കഥ തുറക്കാൻ പറഞ്ഞിട്ട് കഥ തുറക്കത്തില്ല. അവസാനം ഞാൻ പോലീസിനെ വിളിക്കുന്നുണ്ട്. പോലീസ് വന്ന് അവർ കഥ തുറന്നു കൊടുത്തു. കഥ തുറന്നു കൊടുത്ത് പോലീസിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എവിടെ ഉണ്ട് ഇവരെ കിടത്തല്ലേ, ഇവിടെ വേറെ കിടത്താനുള്ള വഴിയില്ലല്ലോ, ഇവിടെ തന്നെ കിടത്താൻ പറ്റുമോ? അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം പോലീസിന് താക്കോൽ വാങ്ങിച്ച് തുറന്നു കൊടുത്ത് ഞങ്ങൾ അവിടെ ഒരു റൂമിൽ കിടത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കിടത്താൻ പറ്റില്ല, അപ്പുറത്ത് തട്ടുകൂടിയുണ്ട് അവിടെ കൊണ്ടുകിടത്താൻ പറഞ്ഞു. ശരി, അതും ആയിക്കോട്ടെ, അവിടെ കൊണ്ടുകിടത്തി. അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ ഇതെല്ലാം മധ്യസ്ഥ കഴിഞ്ഞ് പോയി. ഇന്ന് രാവിലെ ഇവർ ചെയ്യുന്ന അയൽവക്കക്കാരെല്ലാവരും കണ്ടോറുണ്ട്. ഇവരെ ചെയ്ത പണി എന്താ? ഇവരെ വലിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് റൂമും പൂട്ടിക്കൊണ്ട് മരുമോളങ്ങ് പോയി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.